ഹലോ ഓൾ, വെൽക്കം ടു ടെക് പി എസ് സി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ അതുപോലെ ഇൻസ്പെക്ടർ ഇൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് പരീക്ഷകൾ 2026 ജൂലൈ 22 നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു പരീക്ഷകൾക്ക് അവശേഷിക്കുന്നത്. അപ്പോൾ എത്ര പേരാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത്, അതുപോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റാങ്ക് മേക്കിംഗ് സ്റ്റഡി പ്ലാൻ അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 541/2025 ആണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. എക്സാം ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വരുന്ന ജൂലൈ 22-നാണ് പരീക്ഷ നടക്കുന്നത്. 10,193 ആപ്ലിക്കൻസ് ആണ് ഇതുവരെ നിലവില് ഉള്ളത്. അതിൽ തന്നെ 7,392 ആപ്ലിക്കൻസ് ആണ് ഇതുവരെ കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമ്പർ 697/2025 ആണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. എക്സാം ഡേറ്റ് സെയിം ആണ്, സിമിലർ എക്സാം ആണ്. 5,979 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 4,381 പേര് ഇതുവരെ കൺഫർമേഷൻ നൽകിയിട്ടുമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സിലബസിന്റെ ഓവർവ്യൂ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 8 മൊഡ്യൂൾസ് ആണുള്ളത്. അതില് ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. രണ്ടാമത്തെ മൊഡ്യൂൾ തെർമോഡൈനാമിക്സ്, 3 ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ്, 4 മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. ഈ 4 മൊഡ്യൂൾസിനും 12 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. തുടർന്ന് വരുന്ന 2 മൊഡ്യൂൾസ്, അതായത് തെർമൽ എഞ്ചിനീയറിംഗ് അതുപോലെ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്, ഈ 2 മൊഡ്യൂളുകൾക്കും 14 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. അതിനുശേഷം പ്രൊഡക്ഷൻ ടെക്നോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നീ മൊഡ്യൂൾസ് ഉണ്ട്. 12 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഓരോ മൊഡ്യൂളിനും നൽകിയിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് അറിയാവുന്ന പോലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ അതില് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ, പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്, ഫോഴ്സ് സർക്കിൾ, ടോർഷൻ ഓഫ് ഷാഫ്റ്റ് എന്നീ ടോപ്പിക്സ് നമുക്ക് 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം. ആദ്യത്തെ 2 ദിവസം. അതിനുശേഷം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രംസ്, ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ്, നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീംസ്, ഷിയർ സ്ട്രെസ് ഫോർമുല ഫോർ ബീംസ് എന്നിവ ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, സ്ട്രെയിൻ എനർജി മെത്തേഡ്സ്, തിയറി ഓഫ് കോളംസ് എന്നീ ടോപ്പിക്കുകൾ അടുത്ത ദിവസം നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി 5-ാമത്തെ ദിവസം ഈ ഒരു ടോപ്പിക്കിന്റെ റിവിഷനും പൂർണ്ണമായിട്ടുള്ള ടോപ്പിക് ടെസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 5 ദിവസം കൊണ്ട് ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. അതിൽ ഒന്നാമത്തെ ദിവസം നമുക്ക് തെർമോഡൈനാമിക് സിസ്റ്റം ആൻഡ് പ്രോസസസ്, പ്രോപ്പർട്ടീസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസസ്, ബിഹേവിയർ ഓഫ് ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസസ്, ഹീറ്റ് ആൻഡ് വർക്ക്, സീറോ ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ടെമ്പറേച്ചർ സ്കെയിൽസ് എന്നീ ടോപ്പിക് ഒന്നാമത്തെ ദിവസം കവർ ചെയ്യാം. രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എൻട്രോപ്പി ചേഞ്ചസ് ഇൻ വേരിയസ് തെർമോഡൈനാമിക് പ്രോസസസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി എന്നിവ രണ്ടാമത്തെ ദിവസവും. മൂന്നാമത്തെ ദിവസം അവൈലബിൾ ആൻഡ് അൺഅവൈലബിൾ എനർജി, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് റിലേഷൻസ് എന്നീ ടോപ്പിക്സും. നാലാമത്തെ ദിവസം ഗ്യാസ് മിക്സ്ചേഴ്സ്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്നിവയും നമുക്ക് പഠിച്ചു തീർക്കാം. ഇനി 5-ാമത്തെ ദിവസം ഇതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റിനുമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. തുടർന്നുള്ള 5 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ കവർ ചെയ്തിട്ട് 6 ദിവസം കൊണ്ട് നമ്മൾ അടുത്ത 3-ാമത്തെ മൊഡ്യൂൾ കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ്. നമ്മുടെ മൊഡ്യൂൾ വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ആണ്. അതിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനറ്റിക്സ്, ഇമ്പാക്ട് ഓഫ് ഫ്രീ ജെറ്റ്സ്, ഹൈഡ്രോളിക് മെഷീൻസ് എന്നീ 5 ഡിഫറെന്റ് ടോപ്പിക്സ് ഉണ്ട്. ഓരോ ദിവസവും ഓരോ ടോപ്പിക് വീതം പഠിക്കുക. 6-ാമത്തെ ദിവസം ടോപ്പിക് ടെസ്റ്റിനും റിവിഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 4-ാമത്തെ മൊഡ്യൂൾ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ആണ്. ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം നമുക്ക് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മെറ്റാലിക് ബോൺസ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നിവയും. രണ്ടാമത്തെ ദിവസം ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് മെറ്റൽസും. മൂന്നാമത്തെ ദിവസം ഡിഫ്യൂഷൻ മെക്കാനിസം, തിയറി ഓഫ് അലോയ്സ്, സോളിഡ് സൊല്യൂഷൻസ്, ഇക്വിലിബ്രിയം ഡയഗ്രംസ് എന്നീ ടോപ്പിക്സും. 4-ാമത്തെ ദിവസം ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസസ്, ഹാർഡനബിലിറ്റി ടെസ്റ്റ്, സർഫസ് ട്രീറ്റ്മെന്റ്, കേസ് ഹാർഡനിങ് എന്നീ ടോപ്പിക്സും. 5-ാമത്തെ ദിവസം പ്രോപ്പർട്ടീസ്, composition and uses of various type of cast iron and steels, effects of various alloying elements, properties,
കമ്പോസിഷൻ ആൻഡ് യൂസസ് ഓഫ് കോപ്പർ, അലുമിനിയം, ടൈറ്റാനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ് എന്നിവയാണ് നമുക്ക് പഠിക്കേണ്ടത്. 6ാമത്തെ ദിവസം റിവിഷനും ടോപ്പിക് ടെസ്റ്റിനുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി 5ാമത്തെ മൊഡ്യൂൾ ആയിട്ട് വരുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ ഓരോ ദിവസവും ആദ്യത്തെ ദിവസം സ്റ്റീം എഞ്ചിനീയറിംഗ്, IC എഞ്ചിൻസ്. 2ാമത്തെ ദിവസം ഗ്യാസ് ടർബൈൻസ്, കംപ്രസേഴ്സ് ആൻഡ് ബ്ലോവേഴ്സ്. അടുത്ത ദിവസം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അടുത്ത ദിവസം ഹീറ്റ് ട്രാൻസ്ഫർ. അടുത്ത ദിവസം പവർ പ്ലാന്റ്സ് എഞ്ചിനീയറിംഗ് എന്നീ ടോപ്പിക്സ്. 5 ദിവസം കൊണ്ട് 5 ടോപ്പിക് കവർ ചെയ്യുന്നു. 6ാമത്തെ ദിവസം പൂർണ്ണമായിട്ടും റിവിഷനും ടോപ്പിക് ടെസ്റ്റിനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി 6ാമത്തെ മൊഡ്യൂൾ വരുന്നത് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ആണ്. അപ്പോൾ അതില് ഡെഫിനിഷൻ ആൻഡ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക് അനാലിസിസ് ഓഫ് പ്ലാനാർ മെക്കാനിസം 1ാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്യണം. 2ാമത്തെ ദിവസം ബെൽറ്റ്, റോപ്പ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഫ്ലൈ വീൽസ്, ഗവേണേഴ്സ്, ഗൈറോസ്കോപ്സ്, ബാലൻസിംഗ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ് മാസസ്, മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്നിവയാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ദിവസം ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ആണ്. ഇങ്ങനെ 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ ടോപ്പിക് കവർ ചെയ്യുന്നു. 6ാമത്തെ ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റിനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. 7ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നോളജി നമ്മൾ വീണ്ടും 6 ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത്. ഓരോ ദിവസമായിട്ട് മാനുഫാക്ചറിംഗ് പ്രോസസ്, മെഷീൻ ടൂൾസ്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ആൻഡ് മെഷീൻസ്, മെട്രോളജി ആൻഡ് ഇൻസ്പെക്ഷൻ, കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് എന്നിവ ഓരോ ദിവസങ്ങളിലായിട്ട് പഠിച്ചു തീർക്കുന്നു. 5 ടോപ്പിക് ഉണ്ട്. 6ാമത്തെ ദിവസം റിവിഷനും ടോപ്പിക് ടെസ്റ്റിനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് 8ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് 6 ദിവസം കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ടോപ്പിക് വരുന്നത് 1ാമത്തെ ദിവസം ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, 2ാമത്തെ ദിവസം ഫെസിലിറ്റീസ് പ്ലാനിംഗ് വർക്ക് സ്റ്റഡി ആണ്. അടുത്ത ദിവസം പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ എന്നിവയാണ്. അടുത്ത ദിവസം പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. അടുത്ത ദിവസം ഓപ്പറേഷണൽ റിസർച്ച് ആണ്. ഓക്കെ, ഇനി 6ാമത്തെ ദിവസം നമ്മൾ റിവിഷനും ടോപ്പിക് ടെസ്റ്റിനും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം പൂർണ്ണമായിട്ട്. ഓക്കെ, അപ്പോ ഇതൊരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണല്ലോ. അപ്പോ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും അതിന്റെ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റിവിഷനും മോഡൽ ടെസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അടുത്ത 10 ദിവസങ്ങളിലായിട്ട് ഒരു 20ഓളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിൽ വന്നിട്ടുള്ള പ്രിപ്പറേഷൻ ഗ്യാപ്സും മറ്റും മനസ്സിലാക്കുന്നത്. നമുക്ക് എവിടെയൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലാബ് റിവിഷന് വേണ്ടിയിട്ട് അവസാനത്തെ 4 ദിവസം നമുക്ക് യൂസ് ചെയ്യാം. ഇത്തരത്തില് കൃത്യമായിട്ട് ഒരു 60 ദിവസത്തിൽ പൂർത്തിയാകുന്ന സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ അതുപോലെ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് TECPSC ഒരു കോംബോ കോഴ്സ് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള സ്ഥാപനമാണ്. ഇത്തരത്തില് പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും ലഭിക്കും. ഫുൾ നോട്ട്സ് ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളും ഉണ്ടാവും. ടോപ്പിക് വൈസ് എക്സാമുകൾ, ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകളും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെ ആയിരിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.